ഗ്ലോറി ടു ഗാഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. വിശേഷാൽ ഇന്ന് എക്സാമിന് പുറപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകമായുള്ള വന്ദനത്തെയും ആശംസകളെയും അറിയിക്കുകയാണ്. ഇന്ന് എക്സാമിന് പുറപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊത്തിരി ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ എപ്പിസോഡായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും വ്യക്തമായി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ നന്നായി കോൺഫിഡൻസായി നിങ്ങൾ നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ കയറുക. ഒരു ടെൻഷൻസും വേണ്ട, കാര്യം കർത്താവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ പഠിച്ചിരിക്കുന്ന വിഷയത്തിനകത്തെല്ലാം കർത്താവിൻ്റെ പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ ധൈര്യമായ രീതിയിൽ നിങ്ങൾ പരീക്ഷകൾ എഴുതുക. നല്ല വിജയങ്ങൾ കർത്താവ് തരാൻ പോവുകയാണ്. നമ്മുടെ 10th എഴുതുന്നത്, അതുപോലെ +1, +2 മറ്റു മേഖലകളിലൊക്കെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളോടെല്ലാം ഇന്ന് ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു പറയുന്നു, നിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് ആക്കി കർത്താവ് ഈ എക്സാമിനെ തീർക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം കർത്താവിനെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, ആമേൻ. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവിൻ, അവരെ തടയരുത് എന്ന് പറഞ്ഞ ഒരു കർത്താവുണ്ട്. കുഞ്ഞുങ്ങളോട് ഭയങ്കരമായി കെയർ ചെയ്യുന്ന, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവപ്പയാണ് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നത്. നമ്മുടെ യേശുവപ്പയുടെ പ്രത്യേകത, അവൻ സ്നേഹവാനായ ഒരു പപ്പായാണ്. അപ്പോൾ യേശുവപ്പയുടെ അടുത്തേക്ക് നിങ്ങൾ പറയുക, ഞാൻ എക്സാമിന് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതുന്നു, എന്നോട് കൂടെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഈ എക്സാം ഏറ്റവും ബ്ലെസ്സഡായി മാറും. നിങ്ങൾ ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളതിനെ പ്രാർത്ഥനയോടെ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ പഠിച്ചത് എല്ലാം കറക്റ്റായിട്ട് ഓർമ്മ നൽകി, ആലോചന നൽകി കർത്താവ് നിങ്ങളെ സഹായിക്കാനിടയായിത്തീരും. ആമേൻ. ഞാൻ എന്നെ കാണുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 10th എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, +1 എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, +2 എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, മറ്റു ആമേ ചെറിയ സ്കൂൾ തൊട്ട് തന്നെയുള്ള ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എക്സാം എഴുതുവാൻ ദൈവം അവർക്ക് വേണ്ടുന്ന ജ്ഞാനം ദൈവം കൊടുക്കട്ടെ. അവർക്ക് വേണ്ടുന്ന ശക്തി ദൈവം അവർക്ക് വേണ്ടി കൊടുക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം, മെമ്മറി പവർ അവർക്ക് കൊടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ തലമുറ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഏറ്റവും നല്ല ബെസ്റ്റായി അവർ അറ്റൻഡ് ചെയ്യുവാൻ ദൈവം അവരുടെ മേൽ കൃപ പകരുവാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമം ചൊല്ലി കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവ തലമുറയെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.